പ്രിയപ്പെട്ടവരെ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് നമുക്കെല്ലാവർക്കും അറിയാം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ളത്. നമ്മുടെ നാടിന്റെ ശോചനീയ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം ഇത്രയും 40 വർഷക്കാലത്തോളം നമ്മളെ മാറി മാറി ഭരിച്ച ഇടതും വലതും ഇത്രയും നാൾ നമ്മളെ ഭരിച്ചിട്ടും നമുക്ക് എന്ത് തന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതിന്നും ചോദ്യചിഹ്നമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സമയത്തിൽ നമ്മൾ ഓരോ വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചും കണ്ട് വോട്ട് ചെയ്യേണ്ട ഒരു സമയവും കൂടിയാണ്. അത് ആലോചിച്ച് വോട്ട് ചെയ്യണം. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാവണം ആ ഒരു വോട്ട്, നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാവണം ആ ഒരു വോട്ട്, നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരുന്ന ആ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാവണം ആ ഒരു വോട്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത്. കഴിഞ്ഞ വർഷക്കാലത്തോളം കേരളത്തില് ഇടതും വലതും രണ്ടാണെങ്കിലും കേരളം വിട്ടുകഴിഞ്ഞാൽ ഇവര് ഒന്നാണ്, ഇവര് മാവനും മച്ചമ്പിയുമാണ് എന്നുള്ളത് നമ്മള് പല രീതിയിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ പറ്റിക്കലിന് ഇനി നമ്മൾ ഓരോ പൗരന്മാർ നിന്ന് കൊടുത്തുകൂടാ. കാരണം നമ്മളുള്ള ഓരോ വോട്ടും വിലപ്പെട്ട വോട്ടുകളാണ് എന്നുള്ള ചിന്തയോടുകൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതൃത്വത്തിൽ ഒരാളായിരിക്കണം നിയമസഭയിൽ പോയിട്ട് എന്നുള്ളത് ഓരോ വോട്ടർമാരെ ചിന്തിച്ചായിരിക്കണം വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സമഗ്ര വികസനത്തിനും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഇല്ലാത്ത, ഒരു സർവസജ്ജമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഇല്ലാത്ത, ഒരു അംഗനവാടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടി പോലും ഇല്ലാത്ത, കുടിവെള്ളക്ഷാമം വന്യജീവികളുടെ സങ്കേതമായി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ മണ്ഡലത്തില് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരാൾ തന്നെ നമ്മുടെ നിയമസഭയിലേക്ക് എത്തണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുക. നമുക്കറിയാം, നാടിന്റെ പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് അരുവിക്കരയിലാണെങ്കിൽ പോലും ഇന്നും അരുവിക്കരയിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് നിൽക്കുന്നു. നമ്മുടെ നാടില് ഉടനീളം പൈപ്പ് ഇട്ടിട്ടുള്ള ജൽജീവൻ മിഷനിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പൈപ്പ് നാടിൽ ഉടനീളം ഇട്ടിട്ടുണ്ട്. അവിടുന്ന് വീട്ടിന്റെ അകത്തൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് ഇടയിലുള്ള കളക്ഷൻ നമ്മുടെ MLA ഇടാനായിട്ട് മറന്നുപോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു ഉത്തരവാകണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു വോട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടാവണം, അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടാവണം നമ്മൾ ഓരോ വോട്ട്. ഇത്രയും പറഞ്ഞോട് വാക്കുകൾ ചുരുക്കുന്നു. എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാനെത്തിയ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ജിക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ശ്രീ പറഞ്ഞോട് വാക്കുകൾ ചുരുക്കുന്നു. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ആരാധ്യയായ മുൻ കേന്ദ്രമന്ത്രി ശ്രീമതി स्मृति ईरानी जी ഇവിടെ കൊടുത്തിട്ടുള്ള പ്രവർത്തകരോട് സംസാരിക്കും. बोलो भारत माता की, जिस मां भारती का आप सब जयकारा लगा रहे हैं, उसी पावन धरती को खून से लथपथ करने का, देश में रेड टेरर का कॉरिडोर बनाने का दुस्साहस लेफ्ट पार्टीज ने किया है. നമ്മുടെ നാം ഭാരത മാതാവിന് ജയ് വിളിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിനുള്ള, രക്തത്താൽ നിറയ്ക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ലെഫ്റ്റ് പാർട്ടികൾ നമ്മളോട് ചെയ്യുന്നത്. जिस भारत माता का आप जय घोष कर रहे हैं, उसी भारत मां की तिजोरी को लूटने का दुस्साहस वर्षों तक कांग्रेस ने किया है. നാം ജയ് വിളിക്കുന്ന ഭാരത മാതാവിന്റെ തിലകക്കുറി മായ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ചെയ്യുന്നത്. भारतीय जनता पार्टी के कार्यकर्ता प्रदेश में इस बात का प्रमाण दे चुके हैं कि निष्ठा क्या होती है, संघर्ष क्या होता है, बलिदान क्या होता है. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ കാര്യകർത്താക്കൾ രാജ്യത്തിന് തെളിയിച്ചു എങ്ങനെയാണ് വികസന പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനാകുന്നതാണ്, എങ്ങനെയാണ് സംഘർഷഭരിതമായ ജീവിതം നയിച്ചുകൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന്. उन्होंने झंडा भाजपा का तब भी उठाया जब देश की संसद में हमारे 2 सांसद थे. നമ്മുടെ പാർലമെന്റിൽ നമുക്ക് 2 MP-മാരുണ്ടായിരുന്ന കാലത്താണ് നാം ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക ഉയർത്തിയത്. वो झंडा आज भी उठाते हैं
जब तीसरी बार भारत के प्रधानमंत्री नरेंद्र दामोदर दास मोदी बने। ആരാധനായ ഭാരതത്തിന്റെ ആത്മാവായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നാം മൂന്നാം സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോഴും നാം ആദരവോടെ ആ പതാക ഉയർത്തുന്നു. आज जब मैं आपके बीच आई तो यहाँ पर एक एक पत्रकार बंधु ने मुझसे पूछा कि भारतीय जनता पार्टी को जीत दिलाने के लिए आप आए हैं, क्या आपको ये इम्पॉसिबल नहीं लगता? ഇവിടെ വന്നപ്പോൾ പത്രക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും സീറ്റ് വർദ്ധിപ്പിക്കുന്നതിന്, സീറ്റ് നൽകുന്നതിനാണോ ഇവിടെ എത്തിയിട്ടുള്ളത്, അത് സാധ്യമാണെന്ന് കരുതുന്നുണ്ടോ എന്ന്. लोगों को लगता था राम मंदिर का बनना इम्पॉसिबल है, बीजेपी ने राम मंदिर को सुप्रीम कोर्ट के आदेश के अनुरूप बनते देखा। രാമക്ഷേത്ര നിർമ്മാണം സാധ്യമാണെന്ന് ഒരു കാലത്ത് നാം കരുതിയിരുന്നില്ല. എന്നാൽ സുപ്രീം കോടതിയുടെ അനുവാദത്തോടുകൂടി ഭാരതീയ ജനതാ ക്ഷേത്ര നിർമ്മാണം സാധ്യമാക്കി. लोग कहते थे कि धारा 370 हटना इम्पॉसिबल है, आप सबने बीजेपी को वोट देकर जिताया, मोदी को प्रधानमंत्री बनाया और धारा 370 हमने केंद्र में संसद में हटाया। 370 വകുപ്പ് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാണ് ജനം കരുതിയിരുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങൾ ഓരോരുത്തരും വോട്ട് നൽകിയപ്പോൾ പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി നാം 370 വകുപ്പ് ഇല്ലാതാക്കി. लोग कहते थे कि महिलाओं के लिए 33% आरक्षण का बिल लाना, उस बिल को पारित करना नामुमकिन है, इम्पॉसिबल है। मोदी ने उसको भी मुमकिन कर दिखाया, 33% आरक्षण महिलाओं को देश में दिलवाया। സ്ത്രീകൾക്ക് വേണ്ടി 33% സംവരണം കൊണ്ടുവരിക എന്നത് അസാധ്യമാണെന്നായിരുന്നു ഇവിടെ ആളുകൾ പറഞ്ഞത്. എന്നാൽ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് 33% സംവരണം സ്ത്രീകൾക്കായി കൊണ്ടുവന്നു. लोग ये भी कहते थे कि गांधी खानदान के गढ़ में कांग्रेस के राष्ट्रीय अध्यक्ष राहुल गांधी को हराना इम्पॉसिबल है, हमने वो भी पॉसिबल करके दिखाया। ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധിയെ മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ അതും സാധ്യമാണെന്ന് നാം തെളിയിച്ചു. इसलिए सभी कार्यकर्ताओं से कहती हूँ, नथिंग इज इम्पॉसिबल, मोदी है तो मुमकिन है। इसलिए एक एक घर जाओ, नागरिकों से हाथ जोड़कर विनम्रता से कहो कि कमल का बटन दबाओ, भाजपा को जिताओ और एनडीए की सरकार बनाओ। ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഒന്നും അസാധ്യമല്ല. നരേന്ദ്രമോദിജി ഉണ്ടെങ്കിൽ രാജ്യത്ത് എന്തും സാധ്യമാണ്. അതുകൊണ്ട് വിനയാന്വിതരായി ഓരോ കാര്യകർത്താക്കളും ഓരോ വീടുകളും സഞ്ചരിച്ച് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി, എൻ ഡി എക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ഈ സംസ്ഥാനത്ത് എൻ ഡി എ സർക്കാർ രൂപീകരിക്കുകയും വേണം. यूडीएफ हो या एनडीएफ हो, दोनों ही करप्शन के साथी हैं। इसलिए अगर विकास चाहिए तो बीजेपी का कमल का बटन दबाइए। എൽ ഡി എഫും യു ഡി എഫും അഴിമതിയുടെ കുത്തരങ്ങാണ്, ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. എന്നാൽ കേരളത്തിൽ വികസനം സാധ്യമാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഭാരതീയ ജനതാ പാർട്ടിക്ക്, എൻ ഡി എക്ക് വോട്ട് രേഖപ്പെടുത്തണം. और वो जीत तभी संभव है जब बीजेपी का एक एक कार्यकर्ता, एक एक समर्थक, जब तक पोलिंग ना हो तब तक बूथ पर विनम्रता से सभी नागरिकों से कहे कि बूथ पर जाओ, पोलिंग के दिन कमल का बटन दबाओ। വോട്ടിംഗ് അവസാനിക്കുന്ന നിമിഷം വരെ, ആ നിമിഷം വരെ ഓരോ കാര്യകർത്താക്കളും ഓരോ വീടുകളും സന്ദർശിച്ച് ഓരോ പൗരനോടും താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കണമെന്ന് വിനയാന്വിതരായി നിങ്ങൾ ഓരോരുത്തരും അഭ്യർത്ഥിക്കണം. इसलिए आज सभी कार्यकर्ताओं की ओर से अगर आप अनुमति दें तो मैं विवेक को आश्वस्त करना चाहती हूं कि जीत का सेहरा आपके माथे पर बंधेगा, क्योंकि आपके लिए संघर्ष करने के लिए स्वयं सड़क पर भारतीय जनता पार्टी का कर्मठ कार्यकर्ता उतरा है। ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താവായി ഇവിടെ രംഗത്തിറങ്ങിയിട്ടുള്ള, തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള വിവേക് ഗോപനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ നെറ്റിയിൽ വിജയ തിലകക്കുറി അണിയുക തന്നെ ചെയ്യും. താങ്കൾ സംഘർഷഭരിതമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നിയോജക മണ്ഡലത്തിൽ മത്സര രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ട്. ये वो कार्यकर्ता है जिसकी प्रेरणा बने, जिसके संघर्ष का प्रमाण बने मास्टर सदानंद।
ये वो कार्यकर्ता है जो नरेंद्र मोदी के विवेक की तरह काम करता है। इसलिए विवेक, जो मोदी का विवेक है, वो आपके साथ है, इसलिए आपकी जीत पक्की। വിവേക് തീർച്ചയായും നരേന്ദ്രമോദിജിയുടെ വിവേകമാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രേരണാദായകമായ കേരളത്തിലൊരു വ്യക്തിത്വമുണ്ട്, സദാനന്ദൻ മാസ്റ്റർ. രണ്ടു കാലുകളും ഇല്ലാതിരുന്നിട്ടും സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തെ പോലെ തീർച്ചയായും സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ നമ്മുടെ സ്ഥാനാർത്ഥി വിവേക് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. भारत माता की जय की आवाज इसकी आवाज से ज्यादा तेज होनी चाहिए। तो बोलो भारत माता की ആവേശം വിതറി ഇതാ നിങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ ഇതാ സ്മൃതി ഇറാനി നിങ്ങളോടൊപ്പം ഇതാ നിങ്ങളെ നേരിൽ കാണുവാൻ നമ്മുടെ സ്ഥാനാർത്ഥികളോടൊപ്പം ഇതാ കടന്നു വരുന്നു. ഇതാ ഇതാ നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ കണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ നിങ്ങളോടൊപ്പം നിങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ ഇതാ നിങ്ങളോടൊപ്പം ചേർന്ന് വരുന്നു. ആര്യനാടിന്റെ മണ്ണിൽ ഇതാ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മോചിച്ചുവിട്ട നമ്മുടെ പ്രിയങ്കരിയായ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ രീതിയിലൂടെ കടന്നു വരുന്നു. സാർ 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 നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രിയും എത്തിച്ചേരുന്നു. ആര്യനാടിന്റെ മണ്ണിൽ ഓരോരുത്തരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ ഓരോരുത്തരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ആര്യനാടിന്റെ മണ്ണിൽ എത്തിച്ചേർന്നു. നമ്മുടെ അരുവിക്കരയിൽ മാറും. പ്രിയമുള്ളവരെ, മാറ്റത്തിനൊരു വോട്ട്, താമരയ്ക്കൊരു വോട്ട്. പ്രിയമുള്ളവരെ, ഇതാ കടന്നു വരുന്നു നമ്മുടെ സ്മൃതി ഇറാനി. പ്രിയമുള്ളവരെ, അമേഠിയിൽ മാറ്റം കൊണ്ടുവന്ന സ്മൃതി ഇറാനി ഇതാ കടന്നു വരുന്നു. വരികയാണ് വരികയാണ് വരികയാണ്. അമ്മമാരെ നേരിൽ കാണുവാൻ, സഹോദരിമാരെ നേരിൽ കാണുവാൻ, കൊച്ചരുകൾ നേരിൽ കാണുവാൻ, അഞ്ചത്തിമാരെ നേരിൽ കാണുവാൻ, മുത്തച്ഛന്മാരെ നേരിൽ കാണുവാൻ, മുത്തശ്ശിമാരെ നേരിൽ കാണുവാൻ ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു അരുവിക്കരയുടെ വികസന നായകൻ ശ്രീ വിവേക് ഗോപനും മുൻ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. ആര്യനാടിന്റെ പാതയോരങ്ങളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. മാറ്റം അനിവാര്യമാണ്.
വരാത്ത മാറ്റങ്ങൾ മാറ്റിയെടുക്കുവാൻ ഇതാ വരുന്നു അരുവിക്കരയുടെ വികസന നായകൻ ശ്രീ വിവേക് ഗോപൻ. അതോടൊപ്പം ഇതാ കടന്നു വരുന്നു മുൻ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും ഇതാ കടന്നു വരികയാണ്. അമ്മമാരെ നേരിൽ കാണുവാൻ, സഹോദരിമാരെ നേരിൽ കാണുവാൻ, ജ്യേഷ്ഠ സഹോദരങ്ങളെ നേരിൽ കാണുവാൻ, കൊച്ചനുജന്മാരെ നേരിൽ കാണുവാൻ, വിദ്യാർത്ഥികളെ നേരിൽ കാണുവാൻ, ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കാണുവാൻ, അധ്യാപകരെ നേരിൽ കാണുവാൻ, അധ്യാപികമാരെ നേരിൽ കാണുവാൻ ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു മുൻ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും അരുവിക്കരയുടെ നായകൻ ശ്രീ വിവേക് ഗോപനും ഇതാ വരികയാണ്. അരുവിക്കരയുടെ പാതയോരങ്ങളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതാ വരികയാണ്, ഇതാ കടന്നു വരുന്നു. ആരിനാടിന്റെ മണ്ണിന് ഉളകമണിയിച്ചുകൊണ്ട് നമ്മുടെ വിവേക് ഗോപൻ ഇതാ വരുന്നു. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ നേരിൽ വരുന്നു. അമ്മമാരെ നേരിൽ കാണുവാൻ, സഹോദരിമാരെ നേരിൽ കാണുവാൻ, കൊച്ചനുജന്മാരെ നേരിൽ കാണുവാൻ, അനുജത്തിമാരെ നേരിൽ കാണുവാൻ, വിദ്യാർത്ഥികളെ നേരിൽ കാണുവാൻ, അധ്യാപകരെ നേരിൽ കാണുവാൻ, മുത്തച്ഛന്മാരെ നേരിൽ കാണുവാൻ, മുത്തച്ഛിമാരെ നേരിൽ കാണുവാൻ, ഓരോ വോട്ടർമാരെയും നേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ്. ആര്യനാടിന്റെ പാതയോരങ്ങളിൽ പുളകമണിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സാരഥിയും മുൻ കേന്ദ്രമന്ത്രിയും ഇതാ കടന്നു വരികയാണ്. നമ്മുടെ വിവേക് ഗോപനും ശ്രീമതി സ്മൃതി ഇറാനിയും ഇതാ കടന്നു വരുന്നു. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പാതയോരങ്ങളിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിറപ്പുഞ്ചിരിയുമായി ഇതാ കടന്നു വരുന്നു. നമ്മുടെ വിവേക് ഗോപൻ ഇതാ വരികയാണ്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇതാ കടന്നു വരുന്നു. അരുവിക്കരയുടെ മണ്ണിൽ വികസനമെത്തിക്കുവാൻ, അരുവിക്കരയുടെ മണ്ണിൽ വികസനമെത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് വിവേക് ഗോപൻ ഒപ്പിച്ചോട്ട് നിൽച്ചുകൊണ്ട് കടന്നു വരുന്നു. നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ വിവേക് ഗോപനും ശ്രീമതി സ്മൃതി ഇറാനിയും ഇതാ കടന്നു വരികയാണ്. അമ്മമാരെ കാണുവാൻ, സഹോദരിമാരെ കാണുവാൻ,